ഹലോ ഫ്രണ്ട്സ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ താമസിക്കുന്ന സാബു സാറിൻ്റെ ഗാർഡനാണ്. ഈ വീട്ടിലേക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ വളരെ മനോഹരമായ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ഹാങ്ങിങ് പ്ലാന്റ്സിൽ വെച്ച് ഏറ്റവും മനോഹരവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് എവർഗ്രീൻ ടേർട്ടിൽ വൈൻ. ടേർട്ടിൽ വൈൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കെയർ എങ്ങനെയാണ്, അതിൻ്റെ വളപ്രയോഗം, അതുപോലെ എങ്ങനെയാണ് അത് നടുന്ന രീതി, ഇതിനെക്കുറിച്ചെല്ലാം ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട്. സാബു സർ നല്ലൊരു കർഷകൻ കൂടിയാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്നെ സർ കൃഷി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കൃഷി രീതികളും ഇതിൻ്റെ വളപ്രയോഗങ്ങളും സർ ചെയ്തിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് സാറിൻ്റെ വാക്കുകളിലൂടെ. നമസ്കാരം, എൻ്റെ പേര് സാബു. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് കടാതിയിലാണ് ഞാൻ താമസിക്കുന്നത്. പോത്താനിക്കാട് അടുത്ത് പുളിന്താനമാണ് എൻ്റെ സ്വദേശം. 2004 ഈ വീട് വാങ്ങി കടാതിയിലെത്തി. LIC മൂവാറ്റുപുഴ ബ്രാഞ്ചിൽ അസിസ്റ്റൻ്റായി ജോലി നോക്കുന്നു. ഭാര്യ വിലാസിനി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ JPHനായി മലയിടംതുരുത്തിൽ വർക്ക് ചെയ്യുന്നു. 2 ആൺമക്കളാണ് എനിക്കുള്ളത്. മൂത്തയാൾ കാനഡയിലാണ്, രണ്ടാമത്തെ ആൾ LLBക്ക് പഠിക്കുന്നു. കൃഷിയാണ് എൻ്റെ പ്രധാന ഹോബി. ചെടികളും ഇഷ്ടമാണ്. 2016 ഈ വീട് പുതുക്കി പണിതതിന് ശേഷമാണ് ഗാർഡനിങ്ങിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ FBയിൽ പൂക്കളുടെ കൂട്ടുകാർ എന്ന ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷം കൂടുതൽ സജീവമായി. വിലാസിനിയുടെ എല്ലാ സഹായവും എനിക്ക് കിട്ടുന്നുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സ് ടർട്ടിൽ വൈൻ, അത് ഈ അടുത്തിടെയാണ് ഞാൻ പിടിപ്പിച്ചത്. ഒരു YouTube ചാനലിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. വളരെ എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാമെന്നത്. ഈ പ്ലാന്റ്സ് മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് എന്നിവ തുല്യമായി മിക്സ് ചെയ്ത് ഒരു പോട്ട് നിറയ്ക്കുക. ചെടിയുടെ അറ്റം മുറിച്ച് നട്ടാൽ മതി. എൻ്റെ ചെടികൾ ഈ ജനുവരി 20 ശേഷമാണ് ഞാൻ പിടിപ്പിച്ചത്. വേറെ വളമൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇത്രയേറെ വളർന്നു. കുറച്ച് ചെടി ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി, ബാക്കി ഒരു സുഹൃത്ത് സമ്മാനിച്ചു. വളമായി ചാണക സ്ലറി നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ യൂറിയ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കാം. നനയാണെങ്കിൽ വളരെ കുറച്ച് മതി. അധികമായ ചെടി ചീഞ്ഞു പോകും. വേനൽക്കാലത്ത് എല്ലാ ദിവസവും ഒരു നേരം, മഴക്കാലത്താണെങ്കിൽ ഒന്നിടവിട്ട് നനച്ചാൽ മതി. അധികം പാടില്ല. ഇത് സൺഷെയ്ഡിൻ്റെ താഴെയാണ് ഞാൻ തൂക്കിയത്, കിഴക്ക് വശത്ത്. പിന്നെ എൻ്റെ സ്റ്റാൻഡുകളെല്ലാം ഈ അടുത്ത കാലത്താണ് ഉണ്ടാക്കിയത്. ഇലച്ചെടികൾക്കായി 5 സ്റ്റാൻഡുണ്ട്. ഓരോന്ന് എടുത്തു മാറ്റാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ സ്റ്റാൻഡിനും 3000-ലേറെ ചിലവായി. സ്റ്റാൻഡിൻ്റെ പൈപ്പുകളെല്ലാം അല്പം വലുപ്പം കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ചിലവ് കുറയ്ക്കാമായിരുന്നു. ഇലച്ചെടികൾ പിടിപ്പിച്ചിട്ട് 4-5 മാസമായി. വലിയ ചെടികൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി എണ്ണം കൂട്ടിയാണ് പിടിപ്പിച്ചത്. യൂഫോബിയ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് ഞാൻ കളഞ്ഞില്ല. അത് വളർത്തിയാൽ ക്യാൻസർ വരുമെന്നൊരു പ്രചരണം മീഡിയകളിലുണ്ടായിരുന്നു. അതിനാൽ എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു. ഇപ്പം നഴ്സറിയിൽ പോലും അത് കിട്ടാനില്ല. ഇപ്പോഴതിന് പൂ തീരെ കുറവാണ്. വേനൽക്കാലമായാൽ നിറയെ പൂവുണ്ടാകും. കുറേ കാലം നിൽക്കുകയും ചെയ്യും അതിൻ്റെ പൂ. മഴക്കാലത്ത് നനയാതെ ഞാൻ മാറ്റി എല്ലാം കൂടെ ഒരുമിച്ച് വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 10 മണികളും അടീനിയവും നനയാതെ വയ്ക്കുന്നതാണ് നല്ലത്. 10 മണികൾ ഞാൻ അടുത്ത് പിടിപ്പിച്ച് തുടങ്ങിയിട്ട് അടുത്ത വേനൽക്കാലത്ത് നന്നായി പിടിപ്പിച്ചെടുക്കണം. ബോഗൺവില്ലയ്ക്ക് തീരെ പൂവില്ലാതെയായി. ഇപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും നിറയെ പൂവുണ്ടാവും. ഓർക്കിഡ് കൃഷി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കൃഷി പഠിച്ചെടുക്കണം. 60 ചെടിയോളം ഞാനിപ്പോൾ വാങ്ങി.
ആന്തൂറിയത്തിന് മഴക്കാലമാണ് നല്ലത്. പൂവിട്ട് തുടങ്ങി. റോസിന് ഇപ്പോൾ നന്നായി പൂവുണ്ട്. നഴ്സറിയിൽ വല്ലപ്പോഴൊക്കെ പോയി കാണുന്ന ചെടികളൊക്കെ വാങ്ങും. അധികവും പിടിച്ചു കിട്ടാറില്ല. ശരിക്കും മടുത്തതുപോലെയായി. പിന്നെ കൃഷിയാണ് എൻ്റെ പ്രധാന ഹോബി. വേനൽക്കാലത്ത് പച്ചക്കറികൾ, പയറും പാവലും ഒക്കെ നടും. മഴക്കാലത്താണെങ്കിൽ മുളക് നന്നായി ഉണ്ടാവും. പിന്നെ വാഴ, ചേന, കപ്പ, കാച്ചിൽ, മഞ്ഞൾ, കുറച്ച് ഇഞ്ചി എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. 100 ഏത്തവാഴ വെച്ചിട്ടുണ്ട് ഇത്തവണ ഞാൻ. കൃഷിപ്പണിയെല്ലാം സ്വന്തമായാണ് ചെയ്യുന്നത്. പണിക്കാരെ ആരെയും കൂട്ടാറില്ല. ഓഫീസ് അടുത്തായതിനാൽ രാവിലെയും വൈകുന്നേരവും അവധി ദിവസങ്ങളിലും പണിയെടുക്കും. ഇത്തവണ ലോക്ക്ഡൗൺ സമയത്ത് മോനും കുറച്ച് സഹായിച്ചു. 2 വർഷത്തെ സർവീസ് കൂടി ഇനി ബാക്കിയുണ്ട്. അതിനുശേഷം ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാം നന്നായി തുടരണമെന്നാണ് ആഗ്രഹം. അടുത്ത വേനൽക്കാലത്ത് നിറയെ പൂക്കളുമായി കാണാം. നമസ്കാരം. സാബു സാറ് പറഞ്ഞതുപോലെ ബൊഹീംവില്ലയിൽ ഇപ്പം മഴക്കാലം ആയപ്പോഴത്തേക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണം. എന്നാൽ മാത്രമേ ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ഈ ചെടികളിൽ നിറയെ പൂവിട്ട് നിൽക്കത്തുള്ളൂ. സാബു സാർ തന്നെ പലപ്പോഴായിട്ട് എടുത്ത ഫോട്ടോസാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നോക്കിക്കഴിഞ്ഞാലും സാറെടുത്ത് പലപ്പോഴായിട്ടെടുത്ത ഫോട്ടോസ് കാണാൻ സാധിക്കും. പല നിറത്തിലുള്ള ബൊഹീംവില്ലയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സാറിൻ്റെ ഗാർഡനിൽ ഒരുപാട് പൂച്ചെടികളുണ്ട്. 10 മണിയാണെങ്കിലും ഒരുപാട് കളറിലുള്ള 10 മണി ചെടിയുണ്ട്. അദീനിയം, അതുപോലെ തന്നെ റോസ് തന്നെ അടുക്ക് ആയിട്ട് വരുന്ന റോസുണ്ട്, പല നിറത്തിലുള്ളത്. ഇത് യൂഫോബിയാണ്. സാർ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പം നഴ്സറി പോലും അധികം കാണാറില്ല. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ ചെടികൾ നശിച്ചു പോകുന്നതാണ് കാണുന്നത്. അപ്പം നമ്മൾ പോട്ടിലാണെങ്കിൽ നമുക്ക് ആ പോട്ടെടുത്ത് അധികം വെള്ളം നനയാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. റോസിൽ ഒരുപാട് പൂക്കൾ പൂവിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നാടൻ റോസ് തുടങ്ങി പല ഇനത്തിലുള്ള റോസുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടേബിൾ റോസും അതുപോലെ തന്നെ 10 മണി ചെടികളും അതിൻ്റെ പല ഷെയ്ഡ്സിലുള്ള ഫ്ലവേഴ്സും ഒക്കെ സാറിൻ്റെ കയ്യിലുണ്ട്. അതും നമ്മുടെ ഈ മഴക്കാല സമയത്ത് വളരെ സൂക്ഷിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം ചീഞ്ഞു പോകുന്ന ഒരു സന്ദർഭമാണ്. നമുക്ക് പറ്റുമെങ്കിൽ അതിൻ്റെയൊക്കെ തൈയ് നമ്മൾ പോട്ടിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ സാധിക്കും. സാബു സാറിൻ്റെ വീട്ടിലെ സ്റ്റാൻഡുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം വരുന്ന സമയത്ത് നമുക്ക് പുറത്തു നിന്നും ഇത് അകത്തേക്ക് എടുത്ത് വെക്കാം, ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പുറത്തേക്കും എടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. സാറ് പറഞ്ഞ കണക്ക് ജനുവരി മാസത്തിലാണ് 2020 ജനുവരി മാസത്തിലാണ് സാർ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം തന്നെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു 6-7 മാസം കൊണ്ട് തന്നെ നല്ലൊരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഈ പ്ലാന്റ്സിൽ നിന്ന് കിട്ടിയത്. ഈ
ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഒരു പ്രചോദനമാകട്ടെ. പലരുടെ വീടുകളിൽ ഗാർഡൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു ചെറിയ ഒരു അംശമെങ്കിലും നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടാനായിട്ട് അത്ര പാടുള്ളതല്ല. കാരണം ഇതുപോലുള്ള ചെടികൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ എടുത്തു തന്നിരിക്കുന്നത് സാബു സാറാണ്. ഈ വീടിനോട് ചേർന്ന് തന്നെ പുറകുവശത്താണ് കൃഷികളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.